കൊച്ചിയിൽ 24 ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചു. പോണേക്കര ഇടക്കൊച്ചി റൂട്ടിൽ സർവീസ് നടത്തുന്ന കാശി എന്ന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്നാണ് മർദ്ദിച്ചത്. അലക്ഷ്യമായി ഓടിച്ച ബസ് 24ന്റെ വാഹനത്തിൽ തട്ടിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. ഇന്ന് രാവിലെ നമ്മുടെ വാർത്ത ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ വണ്ടി കൊണ്ട് പോയപ്പോഴാണ് വണ്ടി ഒരു പ്രൈവറ്റ് ബസ് നമ്മുടെ നേർക്ക് വരികയും നമ്മൾ വണ്ടിയുടെ സൈഡിൽ തട്ടിയപ്പോൾ ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ അവരെന്റെ മേത്തായിട്ട് ഞാൻ അത് കഴിഞ്ഞ് ഞാനവരോട് ചോദിച്ചപ്പോൾ അവരെന്നെ പിടിച്ചു നിർത്തി. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ എന്നെ കഴുത്തിനെക്കെട്ടും മുഖത്തിനെക്കെട്ടും തല്ലുകയും നല്ല രീതിയിൽ ആവശ്യത്തിന് പരിക്ക് പറ്റുകയും ഞാൻ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. മാധ്യമസ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് തന്നെ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്തത്. ഇവിടെക്കെട്ടും പിന്നെ അതുപോലെ തന്നെ നെഞ്ചത്തേട്ടും പിന്നെ ഡ്രൈവർ ഉൾപ്പെടെ നമ്മുടെ വീട്ടുകാരെയും മറ്റുള്ളവരെയും അസഭ്യം നന്നായ രീതിയിൽ പറയുകയൊക്കെ ഉണ്ടായി. എബിൻ ജോസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന്. എബിൻ, ഇത് നമ്മുടെ വാഹനത്തിൽ സ്വകാര്യ ബസ് ഇടിച്ചത് ചോദ്യം ചെയ്തതാണോ ഈ തർക്കത്തിലേക്ക് പിന്നീട് അവർ മർദ്ദിക്കാനൊക്കെ ഇടയായ സാഹചര്യം? പോലീസിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഗോപി, പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു കൊച്ചി MG റോഡിൽ വെച്ചാണ് സംഭവം. പോണേക്കര ഇടക്കൊച്ചി റൂട്ടിലോടുന്ന കാശി ബസ്സിലെ ജീവനക്കാരാണ് ഡ്രൈവർ നിതീഷിനെ മർദ്ദിച്ചത്. ഈ ബസ് അലക്ഷ്യമായി മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ 24ന്റെ വാഹനത്തിൽ തട്ടുകയായിരുന്നു. ഇത് നമ്മുടെ ഡ്രൈവർ ചോദിച്ചു. ഇതിനെ തുടർന്നാണ് ആ ബസ്സിലെ ജീവനക്കാരായ ഡ്രൈവറും കണ്ടക്ടറും നിതീഷിനെ മർദ്ദിച്ചത്. ഈ വാഹനം അലക്ഷ്യമായി തന്നെയാണ് ഡ്രൈവ് ചെയ്തതെന്നാണ് ആളുകൾ പറയുന്നത്. കാരണം നമുക്കറിയാം, കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകൾ വളരെ അലക്ഷ്യമായി പല രീതിയിലും ഡ്രൈവ് ചെയ്യുന്ന വാർത്തകൾ നിരന്തരമായി വന്നിരുന്നു. അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ ഇടപെടൽ സംബന്ധിച്ചും പല പരാതികളും ഉയർന്നതാണ്. അത്തരത്തിൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ മാത്രം പലപ്പോഴും പരിശോധനകളും നടപടികളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പിന്നീടും ഇത്തരത്തിൽ നിരത്തിലൂടെ വാഹനം അലക്ഷ്യമായി ഓടിക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് ഇന്ന് ഇപ്പോൾ ഈ 24ന്റെ ഡ്രൈവറെ ഈ ബസ് ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ചത്. ഏതായാലും സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിതീഷ് പരാതി നൽകിയിട്ടുണ്ട്. ഗോപി, ശരി. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.